പിന്നെ പൂ കൊടുക്കുന്നത് എന്റെ കണ്ണിൽ കുറ്റമാണോ എന്ന് ചോദിച്ചാ, എന്റെ കണ്ണിൽ മാത്രമല്ല, ആ പൂക്കൾ കൊടുക്കുന്നത് എല്ലാവരുടെയും കണ്ണിൽ കുറ്റമാണ്. അല്ലേ ജാസ്മിൻ? ആ പൂക്കളെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്തിനാ? അതോ എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെയെങ്കിലും ചടങ്ങൊന്ന് കുളമാക്കണം അവക്ക്. വേറെ ഒരു വിഷയവും കിട്ടുന്നില്ല. എങ്കി പിന്നെ ജാസ്മിൻ കൊണ്ടുവെക്കാറുള്ള പൂക്കളിൽ പിടിച്ച് കേറാമെന്ന് വിചാരിച്ചു അല്ലേ? ഇത്രയും ദുഷ്ടത്തരം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. ഞാൻ ദുഷ്ടത്തരം കാണിക്കുകയാണെന്ന് അമ്മ പറഞ്ഞതിനോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ പൂക്കളെക്കുറിച്ച് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് അമ്മ ചോദിച്ചില്ലേ? അതിന്റെ കാരണം ജാസ്മിനും ജാസ്മിന്റെ ഏട്ടനും അറിയാം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങൾക്ക് എന്തറിയാന്ന് നീ പറയുന്നേ? ജാസ്മിൻ മതി. ചടങ്ങ് അലങ്കോലമാക്കാൻ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആന്റി, ഇവള് വായി തോന്നുന്നത് വിളിച്ച് പറയുന്നത് കേട്ട് നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കണോ? ചടങ്ങ് നടത്താം. ചടങ്ങ് നടത്താൻ ചില്ലിൻ കഷ്ണങ്ങൾ വീണ മഞ്ഞളേ ഉള്ളൂ. അത് പുരട്ടിയാലേ ചിലപ്പോ മുറിയും. ചിലപ്പോഴല്ല, ഉറപ്പായിട്ട് മുറിയും. രക്തത്തിന്റെ മണം അടിച്ചാ മനം പൊരുട്ടുന്ന ആൾക്കെ സ്വന്തം രക്തത്തിന്റെ മണം അടിച്ചാലും മനം പൊരുട്ടില്ലേ? മാത്രമല്ല, ഇനി ആ ചടങ്ങ് നടത്തുന്നതിൽ എന്താ പ്രസക്തി? മഞ്ഞൾ കല്യാണം നടന്നില്ലേ? ഗാർഗി പറഞ്ഞതുപോലെ ഏട്ടത്തിയമ്മയുടെയും വിശാലേട്ടന്റെയും മഞ്ഞൾ കല്യാണം ദൈവം തന്നെ നടത്തി തന്നു. അദൃശ്യ കരങ്ങൾ കൊണ്ട് ദൈവം പുരട്ടിക്കൊടുത്ത മഞ്ഞള രണ്ടുപേരുടെയും മുഖത്തും കൈകളിലൊക്കെ കാണുന്നത്. ഏത് ദൈവമാണ് നടത്തിക്കൊടുത്തതെന്ന് അറിയോ? ഉദിയന്നൂരമ്മ. പാർവതി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഉദിയന്നൂരമ്മ. മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുന്ന അച്ഛന്റെയും അച്ഛമ്മയുടെയും ചെറിയമ്മയുടെയും ഒക്കെ കൂട്ടത്തിൽ ഗായത്രിയമ്മ ഉണ്ടാവും. വീണ്ടും ഉടുത്തൊരുങ്ങി വന്നത് വെറുതെ ആയല്ലോ ജാസ്മിന്. വേദനയുണ്ടോ? ഈ വേദന അറിയുന്നുണ്ടാവില്ല. കാരണം അതിലും വലിയ വേദനയല്ലേ മനസ്സിൽ. ഗാർഗി, മുറിവിലെ മഞ്ഞപ്പൊടി പുരണ്ടതല്ലേ? മഞ്ഞപ്പൊടി ഒരു മരുന്നാ. അതുകൊണ്ട് ആ മരുന്ന് കുറച്ചു വെച്ചാ മതി. അച്ഛമ്മ, അമ്മ പാർവതിയെ കുറ്റപ്പെടുത്തുമ്പോ അച്ഛമ്മ എന്തുകൊണ്ടാ തടയാത്തെ? അച്ഛമ്മ പറഞ്ഞ അമ്മ അനുസരിക്കില്ലേ? ഞാൻ പറയുന്നത് അനുസരിക്കാനോ? നല്ല കഥയായി. അനുസരിപ്പിക്കണമെങ്കിലേ ഞാൻ അവള് പറയുന്നതിനേക്കാൾ ഉറക്കെ പറയണം. ദുഷ്ടത്തരം ചെയ്യുമ്പം അത് തടയാനുള്ള ആവതുണ്ടാവണം. അച്ഛമ്മയ്ക്ക് വയസ്സായില്ലേ മോളെ? മോളെ പാർവതി, പ്രഭാവതിയോട് മത്സരിക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല മോളെ. ഈ കുടുംബത്തിൽ മോൾ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും മാപ്പ് ചോദിക്കാനേ ഈ കിളവിക്ക് കഴിയൂ. അച്ഛമ്മ എന്നോട് മാപ്പ് ചോദിക്കാനോ? അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടമാവുന്നത്. എല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. ആരോടും പകയോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. വിശാലിന്റെ ഭാര്യയായി ഇങ്ങനെ ഒരു കുട്ടിയെ തന്നെ ഞാൻ ആഗ്രഹിച്ചത്.
ദൈവം കൊണ്ട് തരികയും ചെയ്തു. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിശാലിന്റെ പെണ്ണ് നീ തന്നെയാ മോളെ. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു പെണ്ണ്. അങ്ങനെയല്ലേ പാർവതിയെ കുറിച്ച് പ്രഭേച്ചി എന്നോട് പറഞ്ഞത്? പ്രഭേച്ചിക്ക് തെറ്റുപറ്റി. വിദ്യാഭ്യാസം കുറവായിരിക്കും, പക്ഷേ സാമർഥ്യത്തിന്റെയും ബുദ്ധിയുടെയും കാര്യത്തില് നമ്മളോടൊപ്പം തന്നെ വരും അവളും. അവള് കളിക്കുന്നത് അവൾക്ക് ബുദ്ധിയുണ്ടെന്നുള്ള ധൈര്യത്തിലൊന്നും അല്ല ആന്റി. എന്ത് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്യാൻ വിശാലുണ്ട്. അതാ അവളുടെ ധൈര്യം. നമുക്കാണ് കൂടുതൽ ശക്തിയെന്നല്ലേ നമ്മൾ വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാ. കൂടുതൽ ശക്തി അവൾക്ക് തന്നെയാ. കാരണം അവളെ സപ്പോർട്ട് ചെയ്യാൻ വിശാലുണ്ട്, ഗാർഗിയുണ്ട്, വിപിനുണ്ട്, രാധികേച്ചിയുണ്ട്, അങ്കിളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്കേ നമ്മള് മാത്രമേ ഉള്ളൂ. പറയുമ്പോ നമ്മുടെ ഭാഗത്തും ആളുണ്ട്. പ്രതാപൻ അങ്കിള്, വിനയ്, എന്റെ ഏട്ടൻ. പക്ഷേ അവർക്കാർക്കും ഡിസിഷൻ എടുക്കാനുള്ള പവർ ഇല്ലല്ലോ. പ്രഭാന്റിയും സുശീൽ ആന്റിയും ഒരു തീരുമാനമെടുത്താ അതിന് സപ്പോർട്ട് ചെയ്യാം. അത് മാത്രമല്ലേ അവരുടെ ജോലി. നീ എന്താ പറഞ്ഞു വരുന്നത്? എന്നെ വിവാഹം ചെയ്യാമെന്ന് വിശാൽ ആന്റിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കിന്റെ പുറത്താ നമ്മള് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത്. അതെല്ലാം അലങ്കോലമായി. അത് പാർവതിയുടെ മിടുക്കാണെങ്കിൽ അവൾ ഇവിടുന്ന് പുറത്താക്കി ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാനുള്ള മിടുക്ക് ആന്റിമാര് കാണിക്കണം. പക്ഷേ മോളെ, ഞാൻ എവിടെന്നോ തെണ്ടിത്തിരിഞ്ഞു വന്നവളല്ല. അവകാശത്തോടു കൂടി തന്നെയാ ഞാൻ ഈ വീട്ടിലേക്ക് കാലുകുത്തിയത്. എല്ലാവരെയും ജയിലിൽ കയറ്റുമെന്ന് അവള് പറഞ്ഞതുകൊണ്ടാണോ ആന്റിക്ക് ഇത്ര പേടി? അവള് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുത്താ ഉടനെ പോലീസ് വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോയി ജയിലിലെടുത്തൊന്നുമില്ല ആന്റി. ഞാൻ എന്റെ പപ്പയോട് സംസാരിച്ചു. പപ്പ വക്കീലല്ലേ. പാർവതിക്ക് വിശാലിനോട് വലിയ സ്നേഹമല്ലേ? ആ സെന്റിമെന്റ്സിൽ പിടിച്ചു കഴിഞ്ഞാ നമുക്ക് പുഷ്പം പോലെ ജയിക്കാൻ കഴിയുന്ന പപ്പ പറയുന്നത്. പക്ഷെ എങ്ങനെ? പാർവതി ഭാര്യയായി തുടരുമ്പോ എന്റെ കഴുത്തിൽ വിശാല് താലി കെട്ടിക്കഴിഞ്ഞാ നമ്മൾ ആരുമല്ല, വിശാലാണ് കുറ്റക്കാരനാവുക. ശിക്ഷിക്കപ്പെടുന്നതും വിശാല് തന്നെ ആയിരിക്കും. അത് പാർവതിക്ക് സഹിക്കാൻ പറ്റുമോ? വിശാല് ജയിലിലാകുമെന്നറിഞ്ഞ അവള് നെഞ്ചത്തടിച്ച് കരയും. അവളുടെ ആ സെന്റിമെന്റ്സാ നമ്മള് മുതലാക്കേണ്ടത്. നമ്മൾ അവളെ ഇവിടുന്ന് പുറത്താക്കിയ അവള് പരാതി കൊടുക്കും. പോലീസ് അന്വേഷണമായിട്ട് ഇവിടെ വരുന്നതിന് മുന്നേ വിശാലിനെ കൊണ്ട് എന്റെ കഴുത്തില് താലി കെട്ടിക്കണം. എന്നിട്ട് പോലീസ് വന്നാ നമ്മൾ ആരുമല്ല, വിശാലാണ് കുഴപ്പത്തിലാവുകയാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആന്റി, വിശാലിനെ രക്ഷിക്കാൻ വേണ്ടി വിശാലും അവളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അവള് തന്നെ പോലീസിനോട് പറഞ്ഞോളൂ. അവൾ അങ്ങനെ പറയുന്നതോടെ എല്ലാ നൂലാമാലകളും ക്ലിയർ ആകും. നല്ല ഐഡിയ ആണ്. സുശീല എന്തു പറയുന്നു?
ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനൊരു കളിക്ക് നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? പോലീസിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചാ എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് പോയാ എന്റെ മടങ്ങിപ്പോക്ക് പ്രശ്നമാവും. റിസ്ക് ആണ്. ഞാൻ കൂട്ടു നിൽക്കില്ല. ജാസ്മിൻ മോള് വിഷമിക്കണ്ട. എന്നെ ജയിലിൽ കയറ്റുമെന്ന് അവള് പറഞ്ഞത് ഇപ്പോഴും എന്റെ കാതിലും മുഴങ്ങിക്കൊണ്ടിരിക്കുക. സുശീലയോട് നേരിട്ട് നിന്ന് മുട്ടാൻ കാണിച്ച ധൈര്യത്തിന് ഞാൻ അവൾക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. നിന്നെ വിശാലിന്റെ മണിയറയിലാക്കിയിട്ടേ ഈ സുശീലാന്റി തിരിച്ചു പോവും. നോക്ക്, ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. എന്താ വിശാൽ സർ? ഇവിടെ ഇപ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയെ. ചുവരുകൾക്ക് പോലും കണ്ണും കാതും ഒക്കെ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കരുത്. പലപ്പോഴും ഞാൻ ചോദിച്ചത് തന്നെയാ. ഉത്തരം പറയാതെ നീ ഒഴിഞ്ഞു മാറി. പക്ഷേ ഇന്നെനിക്ക് ഉത്തരം വേണം. ഉത്തരം കിട്ടാതെ ഞാൻ ആ വാതിൽ തുറക്കില്ല. എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്ന പ്രതീക്ഷയില്ല നീ ഈ വീട്ടിലെത്തിയത്. പക്ഷേ നിനക്ക് കിട്ടിയത് വെറും ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനം. കഷ്ടപ്പാടുകൾ, കരുവാക്കൽ, കുറ്റപ്പെടുത്തൽ, ആട്ടും തുപ്പും. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ താലിയും പൊട്ടിച്ചെറിഞ്ഞ് എന്റെ മുഖത്ത് നോക്കി 4 പച്ചത്തെറിയും വിളിച്ച് സ്ഥലം കാലിയാക്കുമായിരുന്നു. പക്ഷേ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ നീ എല്ലാം സഹിച്ചു. ഇപ്പോഴും സഹിക്കുന്നു. എനിക്ക് വേണ്ടിയാ നീ അതൊക്കെ സഹിക്കുന്നതെന്ന് നീ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിച്ച് നീ എന്നെ രക്ഷിക്കുകയാണെന്നാണ്. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താപത്തിൽ നിന്നാണ് നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്നെ അടുക്കളയെ കണ്ടില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. പാർവതി, നിക്കവിടെ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇനി നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒരു ഉത്തരം കിട്ടാതെ ഞാൻ ഈ വാതിൽ തുറക്കില്ല. പറ, എന്താപത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? പറയൂ പാർവതി. ഈ മുറിയില് ജാസ്മിൻ പൂക്കൾ കൊണ്ട് വെക്കാറില്ലേ? വിഷം തളിച്ച പൂക്കളാ അത്. വിഷം തളിച്ച പൂക്കളോ? അതെ. ആ വിഷം ഒരുപാട് സമയം ശ്വസിച്ച ജീവൻ ആപത്തുണ്ടാവും. ജാസ്മിൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ. അത് നിനക്കെങ്ങനെ അറിയാം? ഈ ജാസ്മിൻ പൂക്കളിൽ വിഷം തളിക്കുന്നത് നീ കണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? പൂക്കളിൽ അവൾ വിഷം തളിക്കുന്നത് നീ കണ്ടോന്ന്? ഇല്ല. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ അവസാനത്തെ ശ്വാസം എടുക്കുമ്പോഴും പൂക്കളുടെ ഗന്ധം എന്റെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ഈ ജയയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഈ ആത്മാവിന് തെറ്റുപറ്റില്ല പാർവതി.
പൂക്കളുടെ ഗന്ധം ജീവനെടുക്കും. എനിക്ക് ഒന്ന് മാത്രമേ അറിയൂ, ആ ഗന്ധമാണ് എന്റെ ജീവനെടുത്തത്. അത് മരണത്തിന്റെ ഗന്ധമാണോ അതോ പുഷ്പത്തിന്റെ ഗന്ധമാണോ എന്ന് പാർവതി കണ്ടുപിടിക്കണം. മറുപടി പറയ്. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? നീ വെറുതെ സ്വയം സങ്കല്പിക്കുന്ന ഇതൊക്കെ. നീ പറയുന്നതില് സത്യത്തിന്റെ ഒരു അംശം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സങ്കല്പിക്കുന്ന ഒന്നുമല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാനുള്ള നിന്റെ അടവ്. പറയില്ലാന്ന് നിനക്ക് വാശിയാണെങ്കിൽ വാശിയുടെ കാര്യത്തിൽ ഞാനും ഒട്ടും പിറകിലല്ല. നീ ഈ പറഞ്ഞത് ജാസ്മിന്റെ മുന്നിൽ വെച്ച് ഒരിക്കൽ കൂടി നീ പറയണം. വിശാൽ സർ വേണ്ട. നീ എന്റെ കൂടെ വാ. വരാൻ വരാനല്ല പറഞ്ഞത്. പറയുന്നത് കേക്ക്. വിശാൽ സർ ഇത് എന്താ മോളെ, എന്താ പ്രശ്നം? അച്ഛാ, ഈ പൂക്കൾ ഇവിടെ വെക്കാൻ പാടില്ല. അപകടമായത്. അപകടോ? എന്തപകടം മോളെ? ഈ പൂക്കൾ അധികം നേരം ശ്വസിച്ച മരണം സംഭവിക്കും. ആരാ ഈ ബൊക്ക ഇവിടെ കൊണ്ടുവച്ചത്? ഞാനാ അങ്കിൾ. പാർവതി പറഞ്ഞത് കേട്ടില്ലേ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്തിനാ പാർവതി നീ ഞങ്ങളോട് ഇങ്ങനെ ജീവിക്കാനും സമ്മതിക്കില്ലേ? ഹേ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. ഞാനൊരു ഫ്ലവർ ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അടുത്ത തിങ്കളാഴ്ച ഇനോഗ്രേഷൻ നടത്തിയാലോ എന്ന് ആലോചിക്കുക. ഈ ബൊക്കകളെക്കുറിച്ച് ജാസ്മിന്റെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്നിട്ട് വേണം ഈ പാർട്ടിക്ക് ഓർഡർ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. ഗോപിയേട്ട, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഇവളുടെ ഈ സ്വഭാവം അത് അവസാനിപ്പിക്കാൻ ഗോപിയേട്ടനെ കൊണ്ടേ കഴിയൂ. എനിക്കതിന് കഴിയാഞ്ഞിട്ടല്ല, പ്രഭാവതി പാർവതിയെ തല്ലിയെന്ന് പറഞ്ഞ് ഗോപിയേട്ടനടക്കം എല്ലാവരും ഇവിടെ കിടന്ന് ഭൂകമ്പം ഉണ്ടാക്കുമല്ലോ. അത് വേണ്ട എന്ന് കരുതിയിട്ടാ. ഗോപിയേട്ടൻ തന്നെ ഇവൾക്ക് 4 എണ്ണം കൊടുക്ക്. ഇനി ഇത് ആവർത്തിക്കാൻ ഇവൾക്ക് തോന്നരുത്. പൂവ് ശ്വസിച്ചാൽ മരിച്ചു പോവത്രേ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള പൂമ്പാറ്റകളൊക്കെ എന്നേ ചത്തേനെ. മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന കല്യാണ പെണ്ണിനെയൊക്കെ നേരെ കുഴിയിലോട്ടാണോ എടുക്കുന്നത്? ഗോപിയേട്ട, എത്ര സ്നേഹമാണെങ്കിലും ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. പാർവതി പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇത് പാർവതിയുടെ വെറും കുശുമ്പാണെന്ന് വരുത്തി തീർക്കാനാ അമ്മ ശ്രമിക്കുന്നത്. ഈ പൂക്കൾ അപകടകാരികളാ. ദേ പിന്നെ എടി, പൂക്കള് ശ്വസിച്ച് ചത്ത 4 ആൾക്കാരുടെ പേര് നീ ഒന്ന് പറഞ്ഞേ. കഴിയോ നിനക്ക്? 4 വേണ്ട, 2 വേണ്ട, അറ്റ്ലീസ്റ്റ് പൂക്കൾ ശ്വസിച്ച് മരിച്ച ഒരാളുടെയെങ്കിലും പേര് പറയാൻ കഴിയുമോ നിനക്ക്? പാർവതി, നിന്റെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. നീ അത് തുറന്നു പറഞ്ഞ ഈ പൂക്കൾ അപകടമാണെന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. വേറെന്ത് രഹസ്യം? ഇവളുടെ മനസ്സിലെ രഹസ്യങ്ങളൊന്നുമില്ല. ഇവളുടെ മനസ്സിലെ ഒരൊറ്റ കാര്യമുള്ളൂ, എന്നെ എന്റെ ഏട്ടനെയും ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണേന്നുള്ളൊരു ചിന്ത. അതല്ലാതെ മറ്റൊന്നുമില്ല ഇവളുടെ മനസ്സിൽ. ജാസ്മിൻ പറഞ്ഞതാ സത്യം. ഞാൻ കൊണ്ടുവച്ച പൂക്കളായതുകൊണ്ടാ ഇവൾക്ക് ഇതിനോട് ഇത്ര അലർജി. വിശാലോ വിപിനോ ഗാർഗിയോ കൊണ്ടുവച്ചതായിരുന്നെങ്കിൽ
എടുത്ത് മണപ്പിച്ചിട്ട് ആഹാ എന്ന് പറഞ്ഞേനെ. പൂക്കളോടുള്ള ദേഷ്യമൊന്നും അല്ല, ദേഷ്യം എന്നോടും ഏട്ടനോടും